السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، بسم الله ما شاء الله. 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 بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. رب رب ربه لم يعرفا ولم يروب ربيبه لكن أضل القوم بالآراء. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول
റസൂലുള്ളാഹ് സുർ റീഹൽ മുസ്തഫ വസിദ് ഇഖാമതൻ ബിഹി സുർത ഹമീം സാവിയൻ അൻ ഖൽബിക സിൽസാല لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, സയ്യിദന്മാരെ, അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഈ മജ്ലിസ് അള്ളാഹു പരിപൂർണമായി നമ്മൾ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ നിന്ന് വന്നുപോയിട്ടുള്ള മുഴുവൻ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ ഉറ്റവർ, നമ്മുടെ ഉടയവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മളെ നാമാക്കിയ നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ നേതാക്കന്മാർ, അള്ളാഹു എല്ലാവരുടെയും ഖബറിലേക്ക് ഇതിന്റെ മിസ്ലു സവാബ് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു പരിപൂർണമാകുന്ന ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ്. മദീനയാണ് എന്റെ സ്വപ്നം എന്ന് പറയുന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന മജ്ലിസുൽ മഹബ്ബ 2021 ഹുബ്ബുർ റസൂൽ പ്രഭാഷണവും ദുർഗ മജ്ലിസും ആണ് അൽഹംദുലില്ലാഹ് ആലപ്പുഴ തുറവൂര് ദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ഇതിന്റെ മിസ്ലു സവാബ് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാവനമാക്കപ്പെട്ട റൗളയിലേക്ക് അള്ളാഹു ഇതിന്റെ പരിപൂർണമാകുന്ന മിസ്ലു സവാബ് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, വളരെയധികം സന്തോഷം. കാരണം ഇങ്ങനൊരു മജ്ലിസ് പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ കടന്നു പോകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ഈ ഒരു സമയത്ത് അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ മുത്തുനബിയെ സ്നേഹിക്കുന്ന, ആദരവാകുന്ന പ്രവാചകന്റെ മദീനയെ സ്നേഹിക്കുന്ന, ലോകത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷമായിരിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. ഹുബ്ബുർ റസൂൽ പ്രഭാഷണം, ഈ വിനീതന്റെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ ഒരു മണിക്കൂർ കൊണ്ട് അവസാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുത്തു ഹബീബിനോടുള്ള ഒരു അനുരാഗവും അടങ്ങാത്ത അലമാലകളും നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ നിന്നറിയാതെ വരണം. അല്ലാഹു പരിപൂർണമായും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് ആദ്യമായി പറയാനുള്ളത്, ഇന്ന് ഹുബ്ബുർ റസൂൽ പ്രഭാഷണമായതുകൊണ്ട് തന്നെ ഹബീബിന്റെ പേര് ഒരുപാട് നമ്മൾ ഇവിടെ പറയും. ഒരുപാട് നമ്മൾ പറയുമ്പോൾ ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളൊക്കെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അറിയാതെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കടന്നു വരണം. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇങ്ങനെ ഈ ഒരു മജ്ലിസ് സംഘടിപ്പിച്ച ഇതിന്റെ കൂട്ടായ്മ, അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. നബി തങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്വപ്നത്തിൽ കാണാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. മദീന എന്ന് പറയുന്ന പവിത്രമാക്കപ്പെട്ട പുണ്യഭൂമിയിലേക്ക് പോകാൻ അല്ലാഹു നമുക്ക് ഏവർക്കും നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ആമുഖ ഭാഷണങ്ങളൊന്നും നീട്ടാതെ ഈ വിനീതൻ നേരിട്ട് തന്നെ ഈ വിനീതന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഹുബ്ബുർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് അല്ലേ, അതാണ് നമ്മൾ ചർച്ച ചെയ്യണത്. എനിക്ക് പറയുവാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നാഥൻ നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള വിശ്വാസികളെ, പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വന്നു. വിശ്വാസികളെല്ലാം വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. അങ്ങനെ നീണ്ട സമയത്തിന് ശേഷം നമ്മൾ നിന്ന് ആ റബീഉൽ അവ്വൽ കടന്നു പോകാൻ പോവുകയാണ്. എന്തുകൊണ്ടും നബിതങ്ങളെ പറ്റി, മദീനയെ പറ്റി ചർച്ച ചെയ്യേണ്ട സമയം, ഹബീബിനെ പറ്റി ചർച്ച ചെയ്യേണ്ട സമയം. ഒരുപാട് ആളുകൾ സിനിമയുടെ മുമ്പിൽ അടിമപ്പെടുമ്പോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആളുകൾ സീരിയലിന്റെ മുമ്പിൽ അടിമപ്പെടുമ്പോ, നമ്മുടെ ഇവിടെ ഹബീബിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ബുറുദ മജ്ലിസ് നടത്തുന്നു. ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാം നിർവഹിച്ച നമ്മള് ബുറുദ മജ്ലിസ് സംഘടിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം നടത്തുന്നു. എന്തുകൊണ്ടും ഹബീബിന്റെ തിരുനോട്ടമുള്ള മജ്ലിസ് അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്ന് റബീഉൽ അവ്വൽ വരുമ്പോ, അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട മുത്ത് റസൂലിന്റെ ജന്മദിനം കടന്നു വരുമ്പോ ഒരുപാട് ആളുകൾക്ക് ഹാലിളകുന്ന സമയം.
അങ്ങനെയുള്ള ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണുമ്പോ അവരൊക്കെ ആലോചിക്കും, എന്താണ് ഹബീബാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്രത്തോളം മഹത്വം വരാൻ കാരണം? അല്ലെ? എല്ലാവരും ചോദിക്കുന്നത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് ഹബീബാകുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്രത്തോളം നമ്മൾ സ്നേഹിക്കാനും ഇത്രത്തോളം നമ്മൾ ഇഷ്ടം വെക്കാനും മുഹബ്ബത്ത് വെക്കാനുള്ള കാരണം? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായി എല്ലാവരും ചോദിക്കുന്നത് ഖുർആനിൽ തെളിവുണ്ടോ? അതാണ് ചോദിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. എല്ലാവരും അല്ലെ മദീനത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും, മക്കത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. എല്ലാവരും ഈ മജ്ലിസിൽ ഇരിക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിയ്യത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് ഇവിടെ പറയണ വിഷയം വളരെ റാഹത്തോടു കൂടി എന്റെ പ്രിയപ്പെട്ടവരെ കേൾക്കുക. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് അഹ്കാമുകളും ഒരുപാട് അഖ്ബാറുകളും ഉള്ള ഗ്രന്ഥമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എന്ന് പറയുന്നത്. ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്നെ പ്രിയപ്പെട്ടവരെ അവതരിപ്പിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ് 6666 ആയത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ, 114 സൂറത്തുകളുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എന്റെ പ്രിയമുള്ളവരെ 25 പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു തരുന്നുണ്ട്. 25 പ്രവാചകന്മാരുടെ പേരുകൾ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ പ്രഥമ പിതാവാകുന്ന ആദം നബിയെ പറ്റി പറഞ്ഞു തരുന്നുണ്ട്. നൂഹ് നബിയെ പറ്റി പഠിപ്പിച്ചു തരുന്നുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനില്. ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞു തരുന്നുണ്ട്. നൂഹ് നബിയെ പറ്റി പറഞ്ഞു തരുന്നുണ്ട്. സുലൈമാൻ നബിയെ പറ്റി പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ 25ഓളം പ്രവാചകന്മാരെ പറ്റിയിട്ട് എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എന്റെ പ്രിയമുള്ളവരെ മദീനയുടെ നേതാവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആരംഭ ഹബീബിനെ പറ്റി പറയുന്നുണ്ട്. നൂഹ് നബിയെ പറ്റി പറയുന്നുണ്ട്. ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞു തരുന്നുണ്ട്. ആദം നബിയെ പറ്റി, ഇല്യാസ് നബിയെ പറ്റി പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ 25ഓളം പ്രവാചകന്മാരെ പറയുമ്പോ പ്രഥമ പിതാവാകുന്ന ആദം നബിയെ പറ്റി പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു എങ്ങനെയാണ് പറഞ്ഞതെന്നറിയോ? ആദം നബിയുടെ പേരെടുത്തുകൊണ്ടാണ്, പ്രഥമ പിതാവാകുന്ന ആദം നബിയുടെ പേരെടുത്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ വിളിച്ചിരിക്കുന്നത്. ആരാണ് ആദം നബി? നമ്മുടെ പ്രഥമ പിതാവ്, നമ്മുടെയൊക്കെ ഉപ്പുപ്പ അല്ലെ, വല്യാപ്പ എന്നൊക്കെ പറയാം, നമ്മുടെ വാപ്പ. അതാണ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്നത്. ആ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എന്റെ പ്രിയപ്പെട്ടവരെ യാ ആദം എന്നാണ് പേരെടുത്താണ് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ വിളിച്ചിരിക്കുന്നത്. ഇബ്രാഹിം നബി, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ ആരാ? അല്ലാഹുവേ, ഒരുപാട് പരീക്ഷണങ്ങൾ തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന വ്യക്തിയാണ്. ഇബ്രാഹിം നബിയുടെ കല്യാണം കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബിക്ക് അല്ലാഹു മക്കളെ കൊടുക്കുന്നില്ല. ഉടൻ തന്നെ അതാ ഇബ്രാഹിം നബി അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. എനിക്ക് സാലിഹും സാലിഹത്തുമായ മക്കളെ തരണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരെ, 10, 20, 30 കൊല്ലമായി മക്കളില്ലാതെ വിഷമിക്കുന്നവരെ, നിങ്ങൾ ഇബ്രാഹിം നബിയുടെ പേരിൽ തന്നെ പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും ഫാത്തിഹ ഓതണേ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്ന പാവങ്ങളുണ്ട് അല്ലാ, അവർക്ക് ഇബ്രാഹിം നബിയുടെ ബറക്കത്ത് കണ്ട് അല്ലാ, ഇസ്മായിൽ നബിയുടെ ബറക്കത്ത് കണ്ട് അല്ലാ, അവർക്ക് നീ സാലിഹും സാലിഹത്തുമായ മക്കളെ കൊടുക്കണേ അല്ലാ. ഇബ്രാഹിം നബി അതാ വർഷങ്ങളോളം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, മക്കളെ തരണേ അല്ലാ, മക്കളെ തരണേ അല്ലാ, മക്കളെ തരണേ അല്ലാ. അല്ലാഹു കൊടുക്കുന്നില്ല. പ്രായമായപ്പോ ഇബ്രാഹിം നബി തന്നെ പ്രിയമുള്ളവരെ അല്ലാഹു അതാ ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമോനെ അതാ കൊടുക്കുകയാണ്. ഉടൻ തന്നെ അതാ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഓർഡർ വരികയാണ്. അങ്ങനെ പരീക്ഷണങ്ങൾ സഹിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നത് എങ്ങനാ? യാ ഇബ്രാഹിം, പേരെടുത്ത്
പേരെടുത്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അടക്കം അള്ളാഹു വിളിച്ചിരിക്കുന്നത്. നൂഹ് നബി, ആരാ നൂഹ് നബി? അല്ലെ, നമ്മുടെ നാട്ടിൽ വലിയ പ്രളയങ്ങൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നൂഹ് നബിയുടെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രളയം ഏതാ? ലോകത്തിലെ ഏറ്റവും വലിയ സുനാമി ഏതാ? എന്റെ പ്രിയമുള്ളവരെ, 950 വർഷത്തോളം കാലമതാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ പ്രബോധനവുമായി കടന്നു വരികയാണ്. അല്ലാഹ് എന്റെ പ്രിയമുള്ളവരെ, ഇസ്ലാമിലേക്ക് വിരലെണ്ണാവുന്ന കുറച്ചാളുകൾ മാത്രമതാ കടന്നു വരികയാണ്. ഉടൻ തന്നെ അതാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹ് റഹ്മാനേ, 950 വർഷത്തോളം കാലം നിന്റെ മുമ്പിലേക്ക് പ്രബോധനവുമായി കടന്നു വന്നു. വിരലെണ്ണാവുന്ന കുറച്ചു പേര് മാത്രമാണ് വിരലെണ്ണാവുന്ന കുറച്ചു പേര് മാത്രമാണ് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിലേക്ക് കടന്നു വന്നതല്ല. ബാക്കിയുള്ളവരെ നീ നശിപ്പിച്ച് കളയണേ ഉടൻ തന്നെ അതാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടതാ വലിയൊരു കപ്പലതാ നിർവഹിക്കാൻ പറയുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വലിയൊരു കപ്പൽ എന്റെ പ്രിയപ്പെട്ടവരെ നിർവഹിക്കാൻ പറയുകയാണ്. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ പ്രിയപ്പെട്ടവരെ വലിയ കപ്പലൊക്കെ നിർവഹിച്ചു. അങ്ങനെ നൂഹ് നബിയോട് അല്ലാഹു പറഞ്ഞു, എല്ലാ വർഗത്തിൽ നിന്നും ഓരോ ആളുകളെയും ആ കപ്പലിലേക്ക് കയറ്റുക. മുന്നേ വിശ്വസിച്ച ആളുകളിൽ നിന്ന് മനുഷ്യന്മാരെ എല്ലാം വിശ്വസിച്ചവരെ കയറ്റി, മൃഗങ്ങളിൽ നിന്ന് ഓരോ ആളുകളെ കയറ്റി. സ്വന്തം മക്കൾ പോലും പറഞ്ഞു, എന്താണ് വാപ്പ കാട്ടണത്? നിങ്ങൾ കപ്പൽ നിർവഹിക്കണോ ഈ സമയത്ത്? ഉണ്ടാക്കുകയാണോ? ആ മുസ്ലിമീങ്ങൾ വന്നിട്ട് ചോദിച്ചു, എന്താ നൂഹേ, നിങ്ങൾക്ക് ഭ്രാന്താണോ ഇങ്ങനെ നിർവഹിക്കാൻ, കപ്പൽ ഉണ്ടാക്കാൻ എന്ന് ചോദിച്ചു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രിയപ്പെട്ടവരെ കപ്പലിലേക്ക് ആളെ അതാ കയറ്റിക്കഴിഞ്ഞപ്പോ ലോകം കണ്ട ഏറ്റവും വലിയ പ്രളയമേതാ? ലോകം കണ്ട ഏറ്റവും വലിയ പ്രളയമേതാ? നൂഹ് നബിയുടെ സമുദായത്തെ അല്ലാഹു നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, ദ്വാരുന്നതിന്റെ കാരണം കൊണ്ട് അവിടെ ഒരു വീട്ടിന്റെ അടുപ്പിൽ നിന്നതാ വലിയൊരു പ്രളയമതാ കടന്നു വരികയാണ്. ആ നൂഹ് നബിയെ പോലും അല്ലാഹു എങ്ങനെയാണ് വിളിച്ചതെന്നറിയോ? എന്ന് പറഞ്ഞിട്ടാണ് നൂഹ് നബിയെ പോലും എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചത്. ഇനി സുലൈമാൻ നബി, ആരാ? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ ആരാണ്? വലിയ രാജാവാണ് വലിയ രാജാവാണ് ആ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പേരെടുത്ത് വിളിച്ചിരിക്കുകയാണ്. യാ സുലൈമാൻ, അല്ലോ സുലൈമാനെ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചിരിക്കുക. നോക്കി നിങ്ങൾ, യൂസുഫ് നബി അലൈഹിസ്സലാം. ആരാ യൂസുഫ് നബി? അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ രാജകുമാരനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു വിളിച്ചിരിക്കുന്നതെങ്ങനാ? അല്ലാഹു വിളിച്ചിരിക്കുന്നതെങ്ങനാ? യാ യൂസുഫ്, അല്ലയോ യൂസുഫ് എന്ന് പറഞ്ഞാ വിളിച്ചിരിക്കുന്നത്. ഇവരാരെയും അല്ലാഹു വിശേഷണം കൊടുത്ത് വിളിച്ചിട്ടില്ല, വിശേഷണം കൊടുത്ത് വിളിച്ചിട്ടില്ല. പക്ഷേ ഒരേ ആള്, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ നായകനെ നബി മുഹമ്മദ് മുസ്തഫ. ഒഴുകട്ടെ സ്വലാത്ത്, പ്രിയമുള്ളവരെ, പുറവൂരിന്റെ പരിസരത്തുള്ള പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് ഒഴുകട്ടെ. മദീനയുടെ മണവാളനെ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെയും മക്കയുടെയും നായകനെ നബി മുഹമ്മദ് മുസ്തഫ. അബൂബക്കർ തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ നബി മുഹമ്മദ് മുസ്തഫ. ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട ഉപ്പയെ നബി മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവിയുടെ പ്രിയപ്പെട്ട പ്രിയതമനെ നബി മുഹമ്മദ് മുസ്തഫ. ആദരവാകുന്ന പ്രവാചകന്റെ പേരെങ്ങനെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ വിളിച്ചതെന്നറിയോ? മുഹമ്മദ് റസൂലുള്ളാഹ്.
മുഹമ്മദ് റസൂലുള്ളാഹ് യാ അയ്യുഹൽ മുസമ്മിൽ യാ അയ്യുഹൽ മുദ്ദസ്സിർ. നിങ്ങൾ അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലയോ പുടച്ചു മൂടപ്പെട്ട് കിടക്കണ നബിയേ. അങ്ങനെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ വിളിച്ചിരിക്കുന്നത്. നോക്കിയ നിങ്ങൾ, ഇതിനും വലിയ സ്നേഹം, ഇതിനും വലിയ ആദരവ് വേറെ എവിടെന്നെങ്കിലും കിട്ടാനുണ്ടോ? 25ഓളം പ്രവാചകന്മാരുടെ പേര് യാ ഇബ്രാഹിം, യാ നൂഹ്, യാ യൂസുഫ്, യാ സുലൈമാൻ എന്നിങ്ങനെ വിളിച്ചപ്പോ ആദരവാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് മാത്രം എങ്ങനെയാ വിളിച്ചിരിക്കുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലെങ്കിൽ യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് പറഞ്ഞാ വിളിച്ചിരിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നബിതങ്ങളെ കാണണ്ടേ, ആ നബിതങ്ങളെ കാണണ്ടേ, ആ ഹബീബിനെ കാണണ്ടേ? എന്റെ പ്രിയമുള്ളവരെ, ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ കടന്നു പോകാൻ പോവുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, റബീഉൽ അവ്വൽ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു പോകാൻ പോവുകയാണ്. എന്റെ ചെറുപ്പക്കാരാ, ജീവിതത്തിൽ ഒരു സുന്നത്തെങ്കിലും പിൻപറ്റാൻ എന്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞിട്ടുണ്ടോ? അൽഹംദുലില്ലാഹ്. എത്രയോ പാവപ്പെട്ട ഉമ്മമാരാണ് അല്ലാഹ് ദിവസവും എന്റെ പ്രിയമുള്ളവരെ ആയിരക്കണക്കാன സലാത്ത് മദീനയുടെ മണ്ണിലേക്ക് അതാ നിയ്യത്ത് വെച്ചുകൊണ്ട് സലാത്ത് ചൊല്ലുന്നത്. അല്ലാഹുവേ, പാവങ്ങളാകുന്ന ഞങ്ങളെ മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. പോകണ്ടേ, മദീനയുടെ മണ്ണിലേക്ക് പോകണ്ടേ ചെറുപ്പക്കാരാ, മദീനയുടെ മണ്ണിലേക്ക് പോകണ്ടേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ ഇറങ്ങുന്ന മസ്റഅത്ത് സൽമാൻ എന്ന് പറയുന്ന ഈ തപ്പഴത്തോട്ടത്തിൽ പോകണ്ടേ? മക്കത്ത് പോകണ്ടേ? മദീനത്തേക്ക് പോകണ്ടേ? ബദർ കാണണ്ടേ? ഉഹദ് കാണണ്ടേ? ഹംദക്ക് കാണണ്ടേ? ഹൈബർ കാണണ്ടേ? ആരന്റെ റസൂലിന്റെ പരിശുദ്ധമാക്കപ്പെട്ട മദീന എന്ന പ്രിയമുള്ളവരെ കാണണ്ടേ? അല്ലാഹുവേ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വലിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ മദീന കാണാ തൗഫീഖ് തരണേ അല്ലാഹ്. ഈ പരിപാടി വീക്ഷിക്കുന്ന പാവപ്പെട്ട ഉമ്മമാർക്ക് തൗഫീഖ് തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്. ആ ഖുർആനിൽ പോലും ബഹുമാനിച്ച ആദരവാകുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തി ഉറങ്ങുന്ന മദീന കാണണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലേ, റബീഉൽ അവ്വൽ കടന്നു പോകാൻ പോവാ, റബീഉൽ അവ്വൽ കടന്നു പോകാൻ പോവാ. ചില ആളുകളുണ്ട് റബീഉൽ അവ്വൽ 12 അന്ന് പള്ളിയിൽ വന്ന് ചോറ് വെച്ച് കൊടുത്താല് അതാണ് നബിദിന സ്നേഹം എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഒരിക്കലുമല്ല. അന്ന് പോയി മിഠായി കൊടുക്കണത് അത് മാത്രമല്ല റബീഉൽ അവ്വൽ നബിയോടുള്ള സ്നേഹം എന്ന് പറയണത്. എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ നമ്മുടെ പള്ളിയിൽ മൗലിദ് നടക്കും. നമ്മുടെ വീട്ടിൽ മൗലിദ് നടത്താൻ ആർജവമുള്ളവരുണ്ടോ? അതല്ലേ യഥാർത്ഥ പ്രവാചക സ്നേഹം എന്ന് പറയണത്. അല്ലാതെ റബീഉൽ അവ്വലിന്റെ 12 അന്ന് പോലും സുബഹി നമസ്കരിക്കാതെ അവന്റെ പള്ളിയിൽ പോയി മൗലിദിന് വേണ്ട, ആരംഭ റസൂലിന് വേണ്ട. ബിലാല് തങ്ങൾ സ്നേഹിച്ച പ്രവാചകൻ എങ്ങനെയാ? ബിലാല് തങ്ങളുടെ സ്നേഹം എങ്ങനെയാ? സൽമാൻ തങ്ങളുടെ സ്നേഹം എങ്ങനെയാ? അബൂബക്കർ തങ്ങളുടെ സ്നേഹം എങ്ങനെയാ? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗബാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹലറത്തിലേക്ക് ഒരു ദിവസം ഇങ്ങനെ കടന്നു വരികയാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹലറത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ സൗബാനുകൾ കടന്നു വരികയാണ്. വെളുവെളുത്തതായ സൽമാൻ എന്റെ പ്രിയമുള്ളവർ, വെളുവെളുത്തതാകുന്ന സൗബാനുകളതോ വല്ലാതെ ക്ഷീണിച്ചുകൊണ്ട് കറുത്തിരിക്കുമ്പോ ആദരവാകുന്ന പ്രവാചകൻ ചോദിക്കുന്നു, യാ സൗബാ, എന്തു പറ്റി സൗബാനേ, നിനക്കെന്തു പറ്റി സൗബാനേ, നിനക്കെന്തു പറ്റി എന്ന് ചോദിക്കുമ്പോ, നിനക്ക് രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ, നീ എന്തേ സൽമാനെ, നീ എന്തേ സൗബാനെ ക്ഷീണിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ സൗബാന് തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്. സൗബാന് തങ്ങൾ പറയുക, അല്ലാഹുവിന്റെ റസൂലേ, ആരംഭ
ഞാൻ ഭക്ഷണമൊക്കെ നല്ലപോലെ കഴിക്കാറുണ്ട്. പക്ഷേ ഞാന് ഈ മദീനത്തെ മണ്ണിലേക്ക് കടന്നു വരുമ്പോ, ഈ മദീനയുടെ പള്ളിയിൽ വന്നിരുന്നു കൊണ്ട് മുത്തുനബിയെ അങ്ങയുടെ മജ്‌ലിസിൽ ഞാൻ പങ്കെടുക്കുമ്പോ വല്ലാത്ത സന്തോഷമാണ്. നബി അങ്ങേ കാണാൻ പറ്റുന്നുണ്ട്, നബിയെ അങ്ങേ കണ്ടുകൊണ്ട് ഇങ്ങനെ മണിക്കൂറുകളോളം ഇരിക്കാൻ പറ്റുന്നുണ്ട് നബിയെ. പക്ഷേ നബി തങ്ങൾ ചോദിച്ചു, എന്താ സൽമാനെ, പിന്നെ നിന്റെ പ്രശ്നം എന്താ? അള്ളാഹു മനസ്സിലാക്കാൻ ഈമാൻ നൽകുമാറാവട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളൊന്ന് ചിന്തിച്ച് സൗബാന് തങ്ങളെ സ്നേഹിച്ച പോലെ ചെയ്യിക്കണ്ടേ നമുക്ക്? സൗബാന് തങ്ങൾ പറയുക, പക്ഷേ നബിയെ, ആദരവാകുന്ന പ്രവാചകനെ, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, മദീനയുടെ പള്ളിയിൽ നിന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അങ്ങയെ കാണാൻ പറ്റില്ലല്ലോ യാ റസൂലല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, സൗഭാരിതങ്ങൾ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണ്ടേ, സൗഭാരിതങ്ങൾ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണ്ടേ, ഹിലാലിതങ്ങൾ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണ്ടേ, സൽമാനിതങ്ങൾ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണ്ടേ. മദീനത്ത് പോയവരോട് എന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചോദിച്ചു നോക്കുക, മദീനത്ത് പോയവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, നബിതങ്ങളുടെ ആ മദീന കാണാൻ എത്ര സുന്ദരമാ. മസ്റഅത്തു സൽമാൻ എന്ന് പറയണ മനോഹരമാകുന്ന ഈത്തപ്പഴ തോട്ടത്തിൽ പോയവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, ആ ഈത്തപ്പഴ തോട്ടത്തിൽ പോയവർക്കറിയാം എത്രത്തോളം മാധുര്യമാണ് അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോ, അല്ലേ? അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. എന്റെ റൂമിൽ വന്നിട്ട് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞതാ, ഉസ്താദേ, ഞാൻ മദീനത്ത് പോയി, എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്, എന്റെ പ്രിയപ്പെട്ട കുടുംബാദികളുണ്ട്, ഞാൻ മദീനത്ത് പോയി ഉസ്താദേ. മദീനത്ത് പോയിട്ട് ഉസ്താദേ 15 ദിവസത്തോളം ഞാൻ ആ മദീനയുടെ മണ്ണിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവസാനം ഞാൻ എന്റെ പ്രവാചകന്റെ മുമ്പേ വന്നിരുന്നു കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മദീനയോട് സലാം പറയുമ്പോ എന്റെ മനസ്സിനെനിക്ക് താങ്ങാതെ കഴിഞ്ഞില്ല ഉസ്താദ്. എന്ന് പറയുന്ന മദീനയോട് സ്നേഹം വെക്കുന്ന, ആരംഭ റസൂലിനോട് ഇഷ്ടം വെക്കുന്ന ഒരുപാട് ആശിക്കീങ്ങളുള്ള നാടാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. പോകണ്ടേ പോകണ്ടേ പോകാനൊരുക്കോ, അല്ലേ? നിങ്ങൾ പറയും, ഉസ്താദേ പൈസ ഇല്ല, ഉസ്താദെ കയ്യിൽ സമ്പത്തില്ല, എന്റെ ഉപ്പ ടാപ്പിംഗ് തൊഴിലാളിയാണ്, എന്റെ ഉപ്പ ഏതെങ്കിലും പള്ളിയിലെ മുഅദ്ദിനാണ്, എന്റെ ഉപ്പ ഏതെങ്കിലും വീടുകളിൽ പോയി ജോലി ചെയ്യുന്നവരാണ്, എന്റെ ഉപ്പ ഡ്രൈവറാണ്, അങ്ങനെ പറയുന്നവർക്കുണ്ടാകും. പോകണ്ടേ? ആദരവാകുന്ന പ്രവാചകനെ കാണണ്ടേ? എന്റെ ചെറുപ്പക്കാരാ, ഒരേ ഒരു മാർഗം മാത്രമാണ്, പൈസ ഇല്ലാത്തതെന്ന് പ്രിയമുള്ളവരെ വിഷമിക്കണ്ട. ലോകത്തിന്റെ പ്രവാചകനെ കാണാൻ എന്താണ് മാർഗമെന്നറിയോ? സ്വലാത്താണ്, സ്വലാത്താണ്. അങ്ങനത്തെ മജ്‌ലിസാണെന്ന് പ്രിയമുള്ളവരെ തുറവൂരെന്ന് പറയുന്ന ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, നബിതങ്ങളുടെ മദ്ഹുകൾ നമ്മൾ പാടിയില്ലേ? നബിതങ്ങളുടെ മദ്ഹുകൾ നമ്മൾ പാടിയില്ലേ? നബിതങ്ങളുടെ മദ്ഹുകൾ നമ്മൾ പറയുന്നില്ലേ? അതെല്ലാം എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നത് വെറുതെയല്ല. ആരംഭ റസൂലിന്റെ ജന്മദിനം വരുമ്പോ, ആരംഭ റസൂലിന്റെ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ ആ മുത്തു നബിതങ്ങളെ എതിർത്തുകൊണ്ട് നടക്കുന്നവരെ എങ്ങനാടാ ശഫാഅത്ത് കിട്ടുക? എന്റെ പ്രിയമുള്ളവര്, അബൂലഹബിന്റെ ചരിത്രം നമ്മൾ പഠിച്ചതല്ലേ? തബ്ബത് യദാ അബീലഹബിൻ വതബ്ബ്, അല്ലേ? ആ പരിശുദ്ധമാക്കപ്പെട്ട തബ്ബത് യദാ അബീലഹബിൻ വതബ്ബ് എന്ന് പറയണം. ആ സൂറത്തില് അബൂലഹബിനെ കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞത്? നബി തങ്ങളെ ശപിച്ചപ്പോ അബൂലഹബിനെ നിന്യനാക്കി കളഞ്ഞു, നിസാരനാക്കി കളഞ്ഞു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ. എന്റെ പ്രിയമുള്ള വിശ്വാസികളെ, ആ നബി തങ്ങളെ സ്നേഹിക്കണം, ആ നബി തങ്ങളെ കാണണം. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരു ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവിയുടെ ഒരു ചരിത്രമുണ്ട്. ആദരവാകുന്ന പ്രവാചകൻ ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവിയുടെ വീട്ടില് പോകുമായിരുന്നു. അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്തു വരുമ്പോ ഉമ്മു സലമ ബീവിയുടെ വീട്ടിൽ പോയി കിടക്കുമായിരുന്നു. അങ്ങനെ ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന പ്രിയപ്പെട്ടവരെ ഉമ്മു സലമ ബീവിയുടെ വീട്ടിലേക്ക് അതാ ഒരു ദിവസം അതാ കടന്നു ചെല്ലുകയാണ്. നബി തങ്ങൾ അതാ വല്ലാതെ വിയർപ്പിങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമ്മു സലമ ബീവി എന്റെ പ്രിയമുള്ളവരെ വിയർപ്പിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കുപ്പിയിൽ ഇങ്ങനെ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണീക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഉമ്മു സലമോ
എന്താണ് ഉമ്മു സലമ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ ബറക്കത്തക യാ റസൂലല്ലാഹ്, ബറക്കത്തെടുക്കുകയാണ് നബിയേ, ബറക്കത്തെടുക്കുകയാണ് നബിയേ. ഓക്കേ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പ് പോലും ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, നീ എന്തേ എന്റെ വിയർപ്പ് ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കണത്? ഉടൻ തന്നെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമ്മു സലമ ബീവി പറയുക, നബിയെ, എന്റെ മക്കള് എന്ത് രോഗത്തിനും ഈ മരുന്നാണ് കഴിക്കണത്, അത്രയായിട്ട് ഇതാണ് ഉപയോഗിക്കാറുള്ളത്. നോക്കിയ നിങ്ങൾ, എത്രത്തോളം മഹത്തരമാണ് ഹബീബ്. ചില ആളുകൾ പറയാറുണ്ട് നബിതങ്ങൾ പെണ്ണുപിടിയനാണ്, ചില ആളുകൾ പറയാറുണ്ട് നബിതങ്ങള് പെണ്ണിന്റെ പുറകെ നടക്കുന്നവരാണ്, ചില ആളുകൾ പറയാറുണ്ട് നബിതങ്ങള് മാതൃകയല്ലെന്നൊക്കെ. എവിടെയാ നബിതങ്ങൾ ചങ്ങാതിമാരെ മാതൃകയല്ലാത്തത്? എവിടെ ചങ്ങാതിമാരെ? നമുക്ക് ഈമാൻ അള്ളാഹു നൽകുമാറാവട്ടെ, നമുക്ക് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് മേഖല എടുത്താലും അല്ലെ, ഏത് മേഖല എടുത്താലും, ഏത് ജോലി എടുത്താലും അവിടെയൊക്കെ മാതൃക ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിക്കണ്ടേ? ഭർത്താക്കന്മാർക്ക് ആരാ മാതൃക? നബിതങ്ങളല്ലേ. ഭാര്യമാർക്ക് ആരുടെ കുടുംബജീവിതം മാതൃക? നബിതങ്ങളുടെ ഖദീജ ബീവിയുടെയും അല്ലേ, നബിതങ്ങളുടെ ആയിഷ ബീവിയുടെ അല്ലേ? നോക്കിയ നിങ്ങൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ്വ മേഖലയിലും, ഏത് മേഖല എടുത്താലും, എത്ര നിങ്ങൾ തപ്പിയെടുത്താലും അവിടെയൊക്കെ നബിതങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടാകും. കുടുംബജീവിതം അല്ലെ, നമ്മുടെ ജീവിതത്തിൽ, എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം, ഒരു ഭാര്യയും ഭർത്താവും, അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാതൃക ആരാ? ഹബീബല്ലേ. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന പ്രിയപ്പെട്ടവരെ ഒരു ദിവസം അതാ വീട്ടിലേക്ക് കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്. ആദരവാകുന്ന പ്രവാചകൻ എന്ന പ്രിയപ്പെട്ടവരെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ പ്രിയപ്പെട്ട പ്രിയതമയാകുന്ന ആയിഷ ബീവി ഉണ്ടല്ലോ, മാവത കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അതാ ആയിഷ ബീവി ഉണ്ടല്ലോ വല്ലാതെ ക്ഷീണത്തോട് കൂടി ഉറങ്ങിക്കിടക്കുകയാണ്. ഇങ്ങനെ ഉറങ്ങിയിരിക്കാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ആയിഷ ബീവി നബി തങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മൈദ, ഇങ്ങനെ പത്തിരിക്ക് വേണ്ടി മൈദ ഇങ്ങനെ കുഴച്ചോണ്ടിരിക്കുകയാണ്. പക്ഷേ ആയിഷ ബീവി ഉറങ്ങിപ്പോയി. നമ്മൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നമ്മുടെ ഭാര്യ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി തരുമ്പോ, നമ്മുടെ ഭാര്യ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി തരുമ്പോ അവൾ അവിടെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ, അവൾക്ക് വയ്യാനിട്ടാണെങ്കിൽ, അവൾക്ക് എന്തെങ്കിലും തലവേദന ആയിട്ടാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവളെ കുറ്റം പറയാൻ പാടില്ല. അതേസമയം സീരിയൽ കാണുന്നവളാണെങ്കിൽ, സിനിമ കാണുന്നവളാണെങ്കിൽ നമ്മൾ അവൾക്ക് വേണ്ട രീതിയിലുള്ള ദീനീബോധം കൊടുക്കണം. അല്ലാഹു ഈമാൻ നൽകട്ടെ. ഹുബ്ബുർ റസൂലിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ് അല്ലെ, കുടുംബജീവിതം. എന്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം പറഞ്ഞതാണ്, ഉസ്താദേ, എത്രയോ നിസ്സാരമാകുന്ന കാര്യങ്ങൾക്ക് കൊണ്ട് ആലപ്പുഴ കുടുംബ കോടതിയിൽ ഉസ്താദെ ചെറിയ ചെറിയ നിസ്സാരമാകുന്ന വഴക്കുകൾ കൊണ്ട് തൊലാഖിന്റെ, ഡിവോഴ്സിന്റെ അവസ്ഥയിലേക്ക് എത്ര കുടുംബങ്ങൾ അവസ്ഥയുള്ളത്. നിങ്ങളൊക്കെ പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ അതൊന്നും പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു സഹോദരൻ എന്നോട് പറഞ്ഞതാണ്. അല്ലാഹു ഈമാൻ നൽകട്ടെ. നമുക്കൊക്കെ മാതൃക പ്രവാചകനാ. പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ പ്രിയപ്പെട്ട പ്രിയതമയാകുന്ന ആയിഷ ബീവി എന്റെ പ്രിയമുള്ളവരെ വല്ലാതെ ക്ഷീണത്തോടു കൂടി കിടന്നുറങ്ങുകയാ. നബിതങ്ങൾ എന്താ ചെയ്തത് ചങ്ങാതിമാരെ? പഠിച്ചോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പ്രിയപ്പെട്ടവരെ ചെയ്തതെന്താണ്? പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മൈദ എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോവുകയാ. അവിടെ വെച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവെന്ന് പ്രിയമുള്ളവരെ മൈദ ഇങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ട് പത്തിരി ചുടുകയാണ്. സുബ്ഹാനല്ലാഹ്. എത്രയോ അനുയായികളുള്ള പ്രവാചകൻ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുകയാണ്. എന്നിട്ടതാ പത്തിരി ചുട്ടുകൊണ്ട് ആയിഷ ബീവിയുടെ മുമ്പിലേക്ക് വരികയാണ്. എന്നിട്ട് പറയുകയാ, അസ്സലാമു അലൈക്കും യാ ആയിഷ. ആയിഷ ബീവി വന്ന് ഉറങ്ങാണ്, വയ്യ, സുഖമില്ല. ആയിഷ ബീവിയുടെ ഹലറത്തിലേക്ക് വന്നിട്ട് ആയിഷ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം ഇങ്ങനെ കൊടുക്കാണ്. പ്രവാചകൻ എവിടെയാ മാതൃക? പ്രവാചകൻ എവിടെയാ മാതൃക? എവിടെയാ മാതൃക സഹോദരങ്ങളെ? കുടുംബജീവിതത്തിൽ ഹുബ്ബുർ റസൂൽ അല്ലെ. ചില ആളുകളൊക്കെ പറയാറുണ്ട്, നമുക്കറിയാം, ഈ ഇടക്ക് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാർട്ടൂൺ വരച്ച അദ്ദേഹം എങ്ങനെയാ മരണപ്പെട്ടത്? വെന്തുരുകി മരിച്ചില്ലേ? അതാ പറയണത്. നബി തങ്ങളെ
ശപിച്ച അബൂലഹബ്, അവൻ അള്ളാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ കൊടുത്തില്ലേ? നബിതങ്ങളെ എതിർക്കാൻ വന്ന എത്രയോ പേരെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞില്ലേ? അള്ളാഹു ഈമാൻ നൽകട്ടെ. ഇതിലും വലിയ തെളിവുകൾ നമുക്കിനി എവിടെന്നാ? ഇതിലും വലിയ ഹബ്ബ് റസൂൽ നമുക്കിനി എവിടെന്നാ? ആ പ്രവാചകനല്ലേ സ്നേഹിക്കേണ്ടത്. ഹബീബിന്റെ വഫാത്ത് എങ്ങനെയാ? ഹബീബിന്റെ വഫാത്ത് എങ്ങനെയാ? നമ്മുടെ കൽബ് പടച്ചു പോകുന്ന രീതിയിലുള്ള വഫാത്തല്ലേ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന പ്രിയമുള്ളവരെ, ആരാണ് ജീവിതത്തിലുള്ള സർവ്വ ആളുകൾക്കും അതാ മാതൃകയാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ ബിലാൽ തങ്ങൾ ചങ്കായി കൂടെ കൊണ്ടു നടന്നത്. അതുകൊണ്ടല്ലേ അബൂബക്കർ തങ്ങൾ നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ടു നടന്നത്. അതുകൊണ്ട് തന്നെയല്ലേ ഉമർ തങ്ങൾ അതാ കൽബിന്റെ ഉള്ളിൽ കൊണ്ടു നടന്നത്. ആരംഭ റസൂൽ എന്ന പ്രിയപ്പെട്ടവരെ പനി പിടിക്കുകയാണ്. മദീന മുഴുവനും അതാ കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി പിടിക്കുകയാണ്. മദീന മുഴുവനും കരയുകയാണ്. നബി തങ്ങൾക്ക് മദീനത്ത് വെച്ച് പനി പിടിച്ചു. എല്ലാവരും വല്ലാത്ത നൊമ്പരത്തില. കാരണം പ്രവാചകനാണല്ലോ, ഹബീബാണല്ലോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. നബി തങ്ങൾക്ക് പനി വന്നെന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനാണോ? ഹബീബല്ലേ, ആദരവാകുന്ന പ്രവാചകനല്ലേ പനി പിടിച്ചിരിക്കുന്നത്. അല്ലാഹുവേ, ഓരോ സഹാബിമാരും എന്റെ പ്രിയപ്പെട്ടവരെ വീട്ടിലേക്ക് പോകുന്നില്ല. നബി തങ്ങളുടെ വീടിന്റെ മുമ്പിൽ അതാ ടെന്റടിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, മദീനയുടെ മണവാളന്, മദീനയുടെ നേതാവിനെന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് സന്തോഷമാണല്ലോ. അല്ലാഹുവേ, ആരംഭ റസൂലിന്, ആരംഭ ഹബീബിന് പനിയൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ സന്തോഷമില്ല. എത്ര വലിയ രോഗം വന്നാലും അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ പോയായിരുന്നു. എത്ര വലിയ രോഗം വന്നാലും ആദരവാകുന്ന പ്രവാചകൻ എന്ന പ്രിയമുള്ളവരെ, എത്ര വലിയ രോഗം വന്നാലും എന്ന പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന പ്രവാചകനതാ പള്ളിയിൽ പോലും പോകാൻ പറ്റുന്നില്ല. ബഹുമാനപ്പെട്ട ആയിഷ ബീബി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി എണ്ണീക്കുകയാണ്. നബി തങ്ങൾക്ക് പറ്റണില്ല. നബി തങ്ങൾ അതാ വെള്ളമെടുത്തുകൊണ്ട് ദേഹത്തേക്ക് ഒഴിച്ചിട്ട് അതാ വസ്ത്രമെടുത്തിടുമ്പോ നബി തങ്ങൾ സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ അതാ ബോധം കെട്ടു വീഴുകയാണ്, തളർന്നു വീഴുകയാണ്. നബി തങ്ങള് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി പനിയായി കിടക്കണ സമയത്ത് പോലും നമ്മുടെ നഖം വെട്ടി കൊണ്ട് നമ്മുടെ നഖം ഒന്ന് മുറിക്കുമ്പോ നമ്മുടെ നഖത്തിൽ നിന്ന് ചെറിയൊരു രക്തം ചീന്തിക്കഴിഞ്ഞാല് പള്ളിയിലേക്ക് പോകാത്ത ചെങ്ങാതിമാരുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണത്. ആ ഹബീബ് ആ രോഗം വന്നപ്പോഴും പള്ളിയിലേക്ക് പോകാൻ വേണ്ടി എണ്ണീച്ചു. ആയിഷ ബീവി പറയാ, നബി തങ്ങൾക്ക് ചൂട് കൊണ്ടിങ്ങനെ പൊളയാണ്. നബി തങ്ങൾ ഇങ്ങനെ പൊളയണ സമയത്ത് പള്ളിയിലേക്ക് പോകാൻ ആഗ്രഹം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദേഹത്തേക്ക് വെള്ളമൊഴിച്ചു. നബിതങ്ങൾ വസ്ത്രമിട്ടു. അങ്ങനെ നബിതങ്ങൾ കുഴഞ്ഞു വീഴുകയാണ്. രണ്ടാമതും നബിതങ്ങൾ ചെയ്തു, നബിതങ്ങൾ വീണ്ടും വീഴുകയാണ്. മൂന്നാമതും ചെയ്തു, നബിതങ്ങൾ വീണ്ടും വീഴുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വല്ലാതെ വേദനയോടുകൂടി ഇരിക്കുകയാണ്. അതാ ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി ഇങ്ങനെ കൂടുകയാണ്. സുബ്ഹാനല്ലാഹ്, ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന പ്രിയമുള്ളവരെ, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ മുമ്പിലേക്ക് ഒരാൾ വന്നുകൊണ്ട് ഡോറിലതാ കൊട്ടുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബി തങ്ങളുടെ വീടിന്റെ വാതിൽക്ക് വന്നിട്ട് ഒരാളിങ്ങനെ കൊട്ടാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഒരുപാട് സംഭവങ്ങൾ അതിന്റെ ഇടക്ക് പറയാനുണ്ട്, നമ്മൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക്, ആ വീട്ടിന്റെ മുമ്പിലേക്ക് ഒരാൾ വന്ന് ഡോറ് കൊട്ടി. ഫാത്തിമ ബീവി പറഞ്ഞു, ആരെയും കടത്തിവിടൂല, എത്ര വലിയ ആളാണെങ്കിലും കടത്തിവിടാൻ പറ്റില്ല. എന്റെ ഹബീബിന് രോഗമാണ്, എന്റെ ഹബീബിന് വയ്യാതിരിക്കാണ്, എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് വയ്യാതിരിക്കാണെന്ന് ആദരവാകുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട കരളിന്റെ കശനവേ ഫാത്തിമ ബീവി. അങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായി ആരാണെന്ന്. ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലയോ ഫാത്തിമ,
അല്ലയോ ഫാത്തിമ, വാതിൽ തുറക്കൂ ഫാത്തിമ. ഉടൻ തന്നെ കടന്നു വരുന്നതാരാ? ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ കടന്നു വരികയാണ്. എന്നിട്ട് പ്രവാചകനാകുന്ന നബി തങ്ങളോട് സലാം പറയുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയേ, അങ്ങക്ക് സലാം നബിയേ. നബി തങ്ങൾ ചോദിച്ചു, അസ്റായിലെ സന്ദർശനമാണോ അതോ റൂഹ് പിടിക്കാൻ വന്നതാണോ? അസ്റായിൽ പറഞ്ഞു, നബിയേ, റൂഹ് പിടിക്കാൻ വന്നതാണ്, റൂഹ് പിടിക്കാൻ വന്നതാണ്. പക്ഷേ അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രം റൂഹ് പിടിച്ചാൽ മതിയെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞിരിക്കണം നബിയേ, എന്നോട് പറഞ്ഞിരിക്കണം നബിയേ. അതുകൊണ്ട് അങ്ങക്ക് സമ്മതമാണെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ എന്നോട് അതുപോലെ തന്നെ ക്ലോസപ്പ് അടിച്ച് തിരിച്ചു വരാനാണ് അള്ളാഹു പറഞ്ഞിരിക്കണം നബിയേ. നോക്കിയ നിങ്ങള്, എന്റെ റൂഹ് പിടിക്കാൻ, എന്റെ ഉപ്പയുടെ റൂഹ് പിടിക്കാൻ, എന്റെ ഉമ്മയുടെ റൂഹ് പിടിക്കാൻ, സമസ്തയുടെ നേതാക്കന്മാരുടെ റൂഹ് പിടിക്കാൻ, അല്ലേ? നമ്മൾ നിന്ന് എത്രയോ മഹാമാര് മരണപ്പെട്ടുപോയി, അവരുടെയൊക്കെ റൂഹ് പിടിക്കാൻ, മാത്തൂർ ഉസ്താദിന്റെ റൂഹ് പിടിക്കാൻ, അങ്ങനെ എത്രയോ ഉസ്താദന്മാരുടെ റൂഹ് പിടിക്കാൻ ഇസ്രായേൽ വന്നു. പക്ഷേ അവരുടെയൊക്കെ റൂഹ് പിടിക്കുമ്പോ ഇസ്രായേൽ സലാം പറഞ്ഞിട്ടില്ല. മിക്ക ആളുകളും പരാതി പറയാറുണ്ട്, കോവിഡ് വന്ന സമയത്ത് ഉസ്താദെ കോവിഡ് ആയതുകൊണ്ട് ആരും വരുന്നില്ല അടുത്ത്. വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന സമയത്ത് ഡോക്ടർമാര് പോലും ദൂരത്ത് നിന്ന് കമ്പ് കൊണ്ടൊക്കെ ചെക്ക് ചെയ്യണ അവസ്ഥയാണ് ഉസ്താദെ. അങ്ങനെ വരെ ഞങ്ങൾ എത്തിപ്പോയി എന്ന് പറയുന്നവരോട്, നീ എത്ര വെന്റിലേറ്ററിലാണെങ്കിലും വിളിക്കാതെ വന്നെത്തുന്ന അതിഥിയാണ് ആര്? ഇസ്രായേൽ അലൈഹിസ്സലാം. ആ പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമാക്കപ്പെട്ട റൂഹ് കൊണ്ടുപോകാൻ ഇസ്രായേൽ വരികയാ, സലാം പറയുകയാ. എന്റെ പ്രിയപ്പെട്ട പുത്തൻവാദികളെ പഠിച്ചോ, നിന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോ സലാം പറയൂല, എന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോ സലാം പറയൂല. നമ്മുടെ മുമ്പിലുള്ള ഔലിയാക്കളുടെ റൂഹ് പിടിക്കാൻ വന്നപ്പോ സലാം പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു സലാം വന്നവിടെ പറഞ്ഞെങ്കിൽ നിങ്ങൾ പറയും, എന്താ മുലിയാരെ സലാമല്ലേ, ഒരു സലാമിന് ഇത്രയും വലിയ മഹത്വമുണ്ടോ? ആരാ? ചില്ലറക്കാരനല്ല പിടിക്കാൻ വന്നിരിക്കണത്, ഇസ്രായേല. PSC ടെസ്റ്റ് ഒക്കെ എഴുതി പാസ്സായിട്ടാണ് റൂഹ് പിടിക്കാൻ ഇസ്രായേൽ വന്നിരിക്കുന്നത്. ഒരുപാട് ചരിത്രങ്ങളുണ്ട് പറയാനായിട്ട്. ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിച്ചു, റൂഹ് പിടിക്കാൻ വന്നു, സമ്മതം ചോദിച്ചു. ഉടൻ തന്നെ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് എന്റെ ജിബ്രീലിനോടൊന്ന് ചോദിക്കണം, അല്ലേ? എനിക്ക് എന്റെ ജിബ്രീലിനോടൊന്ന് ചോദിക്കണം. ആദരവാകുന്ന പ്രവാചകനതാ എന്റെ പ്രിയപ്പെട്ടവരെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാൻ അതാ കൊതിക്കുകയാണ്. ഉടൻ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ കടന്നു വരിക. എന്താണ് നബിയേ, എന്താണ് നബിയേ? ഉടൻ തന്നെ പ്രവാചകനതാ പറയുകയാണ്, യാ ജിബ്രീൽ, അസ്രായീൽ വന്നിട്ടുണ്ട്, ജിബ്രീലേ, അസ്രായീൽ വന്നിട്ടുണ്ട്, എന്റെ റൂഹ് പിടിക്കാൻ വന്നതാണെന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ സമ്മതം ഉണ്ടെങ്കിൽ റൂഹ് പിടിക്കാം എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ വന്നിട്ടുണ്ടോ നബി എന്ന് ചോദിക്കുമ്പോ, ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ നബിതങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിതങ്ങളോട് പറഞ്ഞു, അല്ലാഹു നബിയെ അങ്ങേ കാണാൻ കൊതിക്കുന്നുണ്ട്, അങ്ങക്ക് ജീവിക്കണമെങ്കിൽ ജീവിക്കാം, 1000 വർഷത്തെക്കാൾ കൂടുതൽ അല്ലാഹു ജീവിക്കാൻ നിങ്ങൾക്ക് തൗഫീക്ക് നൽകും. നബിതങ്ങൾ ചോദിച്ചപ്പോ 1000 വർഷം കഴിഞ്ഞാലോ? എന്തായാലും നബിയെ നിങ്ങൾ അള്ളാനെ കണ്ടേ മതിയാവും, എന്തായാലും അള്ളാനെ കണ്ടേ മതിയാകൂ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയെ അള്ളാഹ്ക്ക് കാണണ്ടേ, നബി അങ്ങേ കാണാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. ചരിത്രം രേഖപ്പെടുത്താണ്. ഹബീബ് പറയുന്നു, ഹബീബിനോട് പറയുന്നു, നബി അങ്ങ് സമ്മതം കൊടുത്തേര്, സമ്മതം കൊടുക്കുക. ആദരവാകുന്ന പ്രവാചകൻ എന്ന പ്രിയപ്പെട്ടവരെ സമ്മതം കൊടുക്കുകയാണ്. മലക്കുകൾ പോലും എന്നെ പ്രിയപ്പെട്ടവരെ കിടുകിടാന്ന് വിറക്കുകയാണ്. കിളികൾ പോലും എന്നെ പ്രിയപ്പെട്ടവരെ വട്ടമിട്ട് കണ്ട് കരഞ്ഞുകൊണ്ട് പറക്കുകയാണ്. അല്ലാഹുവേ, ആകാശം പോലും കഴിയുകയാണ്. അല്ലാ നബി തങ്ങളതാ സമ്മതം കൊടുക്കുമ്പോ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രിയപ്പെട്ടവരെ റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. അടുത്തിരിക്കണ ഫാത്തിമ ബീവി പൊട്ടിക്കരയുകയാണ്, ആയിഷ ബീവി പൊട്ടിക്കരയുകയാണ്, സഹാബത്ത് പൊട്ടിക്കരയുകയാണ്, ഹസൻ ഹുസൈൻ തങ്ങൾ പൊട്ടിക്കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ട വല്യുപ്പ, നിങ്ങളുടെ വേദന എനിക്ക് കാണാൻ കഴിയുന്നില്ല റസൂലല്ലാഹ്, എനിക്ക് വേദന കാണാൻ കഴിയുന്നില്ല റസൂലുള്ളാഹ്. നബിയെ, അങ്ങയുടെ വേദന കാണാൻ പറ്റുന്നില്ല നബിയെ. റൂഹ് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. ഇസ്രായേൽ റൂഹ് പിടിക്കണ രംഗം അതൊക്കെ പറയാനാണ് ഒരുപാട് നേരം ഉണ്ടാകും. ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ തുടങ്ങി.
നബി തങ്ങളുടെ റൂഹ പിടിക്കാൻ തുടങ്ങി. നബി തങ്ങൾ ഇങ്ങനെ വല്ലാതെ വേദന കൊണ്ട് ഇങ്ങനെ പിളയാ. ആദരവാകുന്ന പ്രവാചകൻ എന്റെ പ്രിയപ്പെട്ടവരെ വേദന കൊണ്ട് പിളയുമ്പോ ആയിഷ ബീവി അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹ് അല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട പ്രിയതമന് നീ ശമനം കൊടുക്കണേ അല്ലാ. ഉടൻ തന്നെ പ്രവാചകനാ പറയുന്നു, ആയിഷ കരയല്ലേ കരയല്ലേ കരയല്ലേ, ആയിഷ നീ കരയല്ലേ, ഞാൻ എന്റെ അള്ളാനെ കാണാൻ പോവാ, നീ കരയല്ലേ ആയിഷ. ആദരവാകുന്ന പ്രവാചകൻ എന്റെ പ്രിയമുള്ളവരെ വേദന കൊണ്ടിങ്ങനെ പൊളയുകയാണ്. ഉടൻ തന്നെ അതാ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ അസ്റായീലേ, എന്റെ ഉമ്മത്തിന്റെ റൂഹ് പിടിക്കുന്നത് ഇങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോ അസ്റായീൽ പറയുകയാ, യാ റസൂലല്ലാഹ്, ഇതിലും വലിയ കഠിനമാ, ഇതിലും വലിയ കഠിനമാ, ഇതിലും വലിയ കഠിനമാണ് നബിയേ, ഇതിലും വലിയ കഠിനമാണ് നബിയെ. അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോ നബിതങ്ങള് വിറച്ചു. അങ്ങനെ നബിതങ്ങളുടെ റൂഹ് പിടിച്ചുകൊണ്ട് അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോവുകയാ. നബിതങ്ങളുടെ റൂഹ് പിടിച്ചുകൊണ്ട് പോവുകയാ. മദീന മുഴുവനും കരയുകയാ, മദീന മുഴുവനും ഇങ്ങനെ വിറക്കാണ്. മലകള് പോലും എന്റെ പ്രിയപ്പെട്ടവരെ വിറങ്കലിച്ചുകൊണ്ട് കണ്ണുനീരോടുകൂടി കഴിയുമ്പോ അതാ ഒരാള് കടന്നു വരികയാ. ആദരവാകുന്ന പ്രവാചകന്റെ മരണവാർത്തയെന്ന് പ്രിയപ്പെട്ടവരെ മദീന മുഴുവനും ഇങ്ങനെ പാട്ടാവുകയാണ്. അല്ലാഹ് അല്ലാഹ്, ഒരു കാലത്ത് നബി തങ്ങളുടെ തലയെടുക്കാൻ നിന്ന ഉമർ തങ്ങൾ അതാ കടന്നു വരികയാണ്. ആരടാ എന്റെ മുത്തുനബി തങ്ങൾ വഫാത്തായതെന്ന് പറയുന്നതാരടാ, അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറയുമ്പോ ആരടാ എന്റെ മുത്തുനബി തങ്ങൾ വഫാത്തായതെന്ന് പറയുന്നതാരടാ, അവന് ദുനിയാവിൽ ജീവിച്ചിരിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഊരി പിടിച്ച വാളുമായി ഉമർ തങ്ങൾ കടന്നു വരുമ്പോ അബൂബക്കർ തങ്ങൾ വന്നുകൊണ്ട് ഉമർ തങ്ങളോട് പറയുകയാണ്, പ്രശ്നമുണ്ടാക്കല്ലുമറേ, ആരോടും ചൂടാകല്ലുമറേ, ആരെയും വേദനിപ്പിക്കല്ലുമറേ, ആരെയും നമ്പരപ്പെടുത്തല്ലുമറേ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിരിക്കുകയാണ്. ആരെന്റെ റസൂലില്ലാത്ത മദീന എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കണ്ണിന്റെ കാഴ്ച എന്ന പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടാൻ വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തതാരാ? ചരിത്രങ്ങൾ ഇറങ്ങുന്ന മദീനയല്ലേ, മദീനയല്ലേ. ആദരവാകുന്ന പ്രവാചകൻ അത്രത്തോളം അത്രത്തോളം നബിതങ്ങളെ സ്നേഹിച്ച മദീന, അത്രത്തോളം നബിതങ്ങളെ ഇഷ്ടപ്പെട്ട മദീന, അത്രത്തോളം നബിതങ്ങളെ ഇഷ്ടപ്പെട്ട സഹാബത്തുള്ള മദീന. ആ പ്രവാചകനെ എന്നെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണ്ടേ. അല്ലാഹുവേ നീ തൗഫീഖ് തരണേ അല്ലാഹ്. ആ നബിതങ്ങളെ കാണണ്ടേ, ആ നബിതങ്ങളെ കാണണ്ടേ, ആ റസൂലിനെ കാണണ്ടേ. പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ കടന്നു പോവുക. ആ റബീഉൽ അവ്വൽ കടന്നു പോകുന്നതിന്റെ ആ ഒരു സമയത്ത് നമ്മൾ അൽഹംദുലില്ലാ ഇങ്ങനെ ഒരു മദീനയാണ് എന്റെ സ്വപ്നം എന്ന് പറയുന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ നയിക്കണ അൽഹംദുലില്ലാ മതവിജ്ഞാന സദസ്സ് എന്തുകൊണ്ട് മുജിതമല്ലേ. റബീഉൽ അവ്വൽ കടന്നു പോവാ. ഇനി ഇതുപോലൊരു മാസം കടന്നു വരണമെങ്കിൽ ഇനി എത്ര നാൾ നമ്മൾ കാത്തിരിക്കണം അല്ലേ? എത്ര ചങ്ങാതിമാരെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ലാതെയും ചില ആളുകൾ പള്ളിയിൽ റബീഉൽ അവ്വൽ 12 മാത്രം ഭക്ഷണം വിതരണം ചെയ്യാൻ വഴിയാ. അതാണ് റബീഉൽ അവ്വലിനോടുള്ള സ്നേഹം. എവിടെ എങ്ങനെ ചങ്ങാതിമാരെ ഇങ്ങക്ക് കഴിയണത്? അതാണോ? അതാണോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള യഥാർത്ഥ പ്രവാചക സ്നേഹം എങ്ങനെയാ? എന്റെ പ്രിയമുള്ളവരെ, മദീന എന്ന് പറയുമ്പോ കണ്ണിൽ നിന്നറിയാതെ കണ്ണുനീര് വരുന്ന എത്രയോ ഉമ്മമാരെന്റെ പ്രിയമുള്ളവരെ, ഈ വേദന്റെ പ്രഭാഷണം ശ്രമിക്കുമ്പോ മദീന എന്ന് പറയുമ്പോ, നബി തങ്ങളെന്ന് പറയുമ്പോ, ഉമർ തങ്ങളെന്ന് പറയുമ്പോ, അബൂബക്കർ തങ്ങളെന്ന് പറയുമ്പോ, സൽമാൻ തങ്ങളെന്ന് പറയുമ്പോ, ബദർ എന്ന് പറയുമ്പോ, ഉഹദ് എന്ന് പറയുമ്പോ, ഖൈബർ എന്ന് പറയുമ്പോ, ഹംദക് എന്ന് പറയുമ്പോ അറിയാതെ പൊട്ടിക്കരയുന്ന എത്രയോ പാവപ്പെട്ട ഉമ്മമാരുണ്ടെന്നറിയോ? അതല്ലേ പ്രവാചക സ്നേഹം എന്ന് പറയണത്. അല്ലാതെ റബീഉൽ അവ്വലിന്റെ 12 അന്ന് മാത്രം എന്റെ പ്രിയമുള്ളവരെ മിഠായി കൊടുക്കാൻ മാത്രം ആ പ്രവാചക സ്നേഹം അല്ലാഹുവിന്റെ റസൂലിന് വേണ്ട. റബീഉൽ അവ്വൽ 1 മുതൽ മനോഹരമാകുന്ന മങ്കൂസ് മൗലിദ് ചൊല്ലിയിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തവരുണ്ടോ? ആ പാവങ്ങൾക്ക്
പാവങ്ങൾക്ക് ഈ പരിശുദ്ധമാക്കപ്പെട്ട മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ, മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ, മദീന കാണാതെ വരെ മരിപ്പിക്കല്ലേ അല്ലാ. ഞാൻ നിർത്തുകയാണ്. ഈ റബീഉൽ അവ്വൽ കടന്നു പോവാ. ഞാൻ പറഞ്ഞു നമ്മൾ നിന്ന് എത്രയോ പേര് മരണപ്പെട്ടു പോയി. ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയുടെ പരിസരത്ത് ബഷീർ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് 2 മക്കളും തലയ്ക്ക് സുഖമില്ലാത്ത ഓട്ടിസം ബാധിച്ച 2 മക്കളാണ്. ആരുടെയും കുറവിനുമില്ല, ആരുടെയും കുറ്റത്തിനുമില്ല. എപ്പോഴും പള്ളിയുടെ മുമ്പ് ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ചെറിയ വിഷമത്തോടുകൂടി ഇരിക്കണ സഹോദരൻ ചുമ വന്നു, ടെസ്റ്റ് ചെയ്യാൻ പോയി. ഡോക്ടർ പറഞ്ഞു ക്യാൻസറിന്റെ ലക്ഷണമാണ്, RCCയിലേക്ക് പോവുക. RCCയിലേക്ക് ചെന്നു. 14 ദിവസം 14ാമത്തെ ദിവസം രാത്രി എന്റെ ഫോണിലേക്ക് കോള് വരിക, ഉസ്താദേ ബഷീർ എന്ന ചങ്ങാതി മരിച്ചുപോയി. ഇന്നാലില്ല. അതാ മരണം. ഏത് സമയത്തും മരിക്കാം. ചില ആളുകളുണ്ട്, ഉസ്താദേ ഞാൻ മരിക്കണത് ഉസ്താദേ ഒരു 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞിട്ടേ മരിക്കും. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. കോവിഡ് ഏറ്റവും വലിയ പാഠമാണ്. നിപ്പ ഏറ്റവും വലിയ പാഠമാണ്. അള്ളാഹു മരണപ്പെട്ടവർക്ക് ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കട്ടെ. അതാ പറഞ്ഞത്, നമുക്ക് ആ ഹബീബിനെ ജീവിച്ചിരിക്കുന്ന കാലത്തിൽ സ്നേഹിക്കാൻ പറ്റണം. ചില ആളുകളുണ്ട് പൈസക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കുമ്പാരം പോലെ കൂട്ടി വെച്ചിരിക്കുക. പക്ഷെ ഒരു 50,000 60,000 രൂപ വിസ എടുത്ത് ടിക്കറ്റ് എടുത്ത് ഉംറയ്ക്ക് പോകാനായിട്ട് ഓനെ കൊണ്ട് പറ്റൂല. കാരണം എന്താ? പിശുക്ക്. പക്ഷേ ഒന്നുമില്ലാത്ത പാവങ്ങൾക്ക് മദീനത്ത് പോകാൻ ആഗ്രഹം ഉണ്ടാവും. പറ്റും. സ്വലാത്ത് ചൊല്ലുക. അല്ലാഹീമ നൽകുമാറാവട്ടെ. മരിക്കുമ്പോ പുഞ്ചിരിച്ച് കിടക്കണ്ടേ സഹോദരങ്ങളെ, മരിക്കുമ്പോ പുഞ്ചിരിച്ച് കിടക്കണ്ടേ. ഞാൻ ഒറ്റ വിഷയം കൂടി പറയാൻ നിർത്തുകയാണ്. നമ്മുടെ നാട്ടില് വലിയ പ്രളയ ദുരിതമാണ്. കോട്ടയവും ഇരാറ്റുപേട്ടയും ഇടുക്കി ജില്ലയൊക്കെ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. പല സ്ഥലങ്ങളും വീടുകൾ പോലുമില്ല. ഇവനീതൻ കരിപ്പൂര് പോയപ്പോ അവിടെ മരണപ്പെട്ടു പോയ 2 മക്കളുടെ വീട് ഇങ്ങനെ കാണാൻ പോയി. കരളലിയിപ്പിക്കുന്ന കാഴ്ചയാണ്. രാത്രി ഉറങ്ങിക്കിടന്ന പ്രിയപ്പെട്ട മക്കള് സുബഹി ബാങ്കിനോടടുത്ത് ഉരുള് പൊട്ടിയപ്പോ മതില് വന്നുകൊണ്ട് ആ വീടിന്റെ വീടിന്റെ മുകളിലേക്ക് വീണിട്ട് ആ 2 കുഞ്ഞുമക്കൾ മരണപ്പെട്ടു പോയി. ഇന്നാലില്ലാ. അല്ലേ? ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര പേര് കാരുണ്യം എന്ന് പറയുന്ന പ്രവർത്തനം, അല്ലെ? അൽഹംദുലില്ലാ. ഇതിന് നേതൃത്വം നടക്കുന്ന ഉസ്താദുമാരൊക്കെ ഒരുപാട് കാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമാരാണ്. അള്ളാഹു അവരൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലെ ഉസ്താദേ? നിങ്ങളുടെ സംഘടനയുടെ പേരെന്നാ? ഉസ്വത്തുൽ ഹസന. എന്റെ ഓർമ്മ ശരിയാണ്, ഞാൻ പഠിക്കുന്ന കാലഘട്ടം തൊട്ട് ഉസ്താദുമായിട്ട് ഹക്കീം ഉസ്താദുമായിട്ട് പരിചയമുണ്ട്. അന്ന് തൊട്ട് ഉസ്താദ് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് അതിനെപ്പറ്റി അന്വേഷിക്കാനോ അതിനെപ്പറ്റി തിരക്കാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ല. കാരണം അന്ന് പഠന കാലഘട്ടമാണ്. പക്ഷെ അൽഹംദുലില്ലാ ആ ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന ആ ഒരു സംഘടന, അല്ലെ? അതുപോലെ 100 കണക്കാന സംഘടന, 1000 കണക്കാന സംഘടന നമ്മുടെ നാട്ടിലുണ്ട്. ഇവരൊക്കെ ഈ പ്രവൃത്തി ചെയ്യണമെന്നില്ല, കാണാനാ അല്ലല്ലോ. പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കണം നമ്മൾ കാണാനായിട്ടല്ലോ. ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഹബീബിന്റെ ആ ഒരു ചര്യ നമ്മൾ പിൻപറ്റിയല്ലേ, അല്ലെ? ഞാൻ ഈ വിഷയം പറയണത് വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ നാട്ടിൽ പ്രളയം സംബന്ധിച്ച് പല ആളുകൾക്കും പല കഷ്ടപ്പാടിലാണ്. ഉസ്താദുമാരും അതുപോലെ സദാത്യങ്ങളും സമസ്തയും അതുപോലെ ദക്ഷിണയൊക്കെ ആരാണെങ്കിലും എല്ലാവരും അൽഹംദുലില്ലാ ഒരുപാട് കാരുണ്യ പ്രവർത്തനവുമായിട്ട് മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ്, അല്ലെ? SYS ആണെങ്കിലും SKSF ആണെങ്കിലും SSF ആണെങ്കിലും എല്ലാവരും അൽഹംദുലില്ലാ പ്രവർത്തനവുമായിട്ട് മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ്. ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, നിങ്ങൾ എന്റെ മദീനത്തെ പള്ളിയിൽ 1 മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്താ? പാവങ്ങളുടെ കണ്ണുനീര് ഒപ്പലാണ്. പറ്റുമോ റബീഉൽ അവ്വൽ കടന്നു പോകുമ്പോ നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ടവരെ സഹായിക്കാൻ, ഉള്ളതുപോലെ സഹായിക്കാൻ എന്നെ പ്രിയപ്പെട്ടവരെ കഴിയുമോ? മങ്കൂസ് മൗലിദ് ചൊല്ലിയാൽ മാത്രം പ്രവാചക സ്നേഹമാകൂല, സീരണി കൊടുത്താൽ മാത്രം പ്രവാചക സ്നേഹമാകൂല. ഒരു സുന്നത്തെങ്കിലും എന്നെ പ്രിയപ്പെട്ടവരെ പിൻപറ്റാൻ പറ്റിയിട്ടുണ്ടോ? താടി വെച്ചിട്ടുണ്ടോ? തൊപ്പി വെച്ചിട്ടുണ്ടോ? തലപ്പാവ് ധരിച്ചിട്ടുണ്ടോ? വെള്ളവസ്ത്രം ധരിച്ചിട്ടുണ്ടോ? സലാത്ത് ചൊല്ലിയിട്ടുണ്ടോ? മൗലിദ് ചൊല്ലിയിട്ടുണ്ടോ? നന്മ ചെയ്തിട്ടുണ്ടോ? തിന്മകൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടോ?
പറ്റുന്നുണ്ടോ? അങ്ങനെ ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അതാണ് പ്രിയപ്പെട്ടവരെ പ്രവാചക സ്നേഹം എന്ന് പറയണത്. ആരെങ്കിലും എന്തെങ്കിലും തരുമ്പോ വലം കൈ കൊണ്ട് മേടിക്കാൻ നിന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്യുമ്പോ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ പറ്റിയിട്ടുണ്ടോ? അല്ലാഹുവേ, റബീഉൽ അവ്വൽ കടന്നു പോവുകയാണ്. അല്ലാഹ്, കരുണക്കടലായ രാജാധിരാജനായ നീതിമാനായ അല്ലാഹ്, മദീന കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. പാവങ്ങളാണ് അല്ലാഹ്. മദീന എന്ന് പറയുമ്പോ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന പാവങ്ങളുണ്ട് അല്ലാഹ്. അവർക്ക് നബി തങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ തൗഫീഖ് തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്. ഉമർ തങ്ങൾ സ്നേഹിച്ചതുപോലെ, ഉസ്മാൻ തങ്ങൾ സ്നേഹിച്ചതുപോലെ, ബിലാൽ തങ്ങൾ സ്നേഹിച്ചതുപോലെ, ഖദീജ ബീവി സ്നേഹിച്ചതുപോലെ, ആയിഷ ബീവി സ്നേഹിച്ചതുപോലെ ആരംഭ റസൂലിനെ സ്നേഹിക്കാൻ എന്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞിട്ടുണ്ടോ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് മദീനയുടെ മണ്ണിലേക്ക് സ്വലാത്ത് ചൊല്ലുക എന്റെ പ്രിയപ്പെട്ടവരെ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പോവുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. മദീനയുടെ സ്വപ്നം എന്ന് പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, പ്രിയപ്പെട്ട ആലിമീങ്ങൾക്ക് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. എത്രയോ പേർ സ്വലാത്തിന്റെ സിനിമയിലെ സീരിയലിന്റെ പുറകിൽ പോകുമ്പോ എത്രയോ ഉമ്മമാര് അൽഹംദുലില്ലാഹ് ഈ പരിപാടി വീക്ഷിക്കുന്നുണ്ട്. അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്, നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായി എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് സമയക്കുറവ് മൂലം എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അൽഹംദുലില്ലാഹ് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് ദുആ വസിയത്ത്, എന്നെ വളരെയധികം സ്നേഹിക്കണ ഒരു ഉപ്പ, അദ്ദേഹം മണത്തലയിലുള്ള ഒരു സഹോദരനാണ്. റിനിഷാദിന്റെ പ്രിയപ്പെട്ട ഉപ്പ ഇന്നലെ മരണപ്പെട്ടു, മിനിഞ്ഞാന്ന് മരണപ്പെട്ടു. ഈ വിനീതൻ അവിടെ പോയി. അല്ലാഹുവേ പടച്ചവനെ, പുഞ്ചിരിക്കുന്ന മുഖവുമായ ഉപ്പ കിടക്കുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, ഉപ്പാക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. എന്നെ വല്ലാതെ സ്നേഹിക്കണ കുടുംബമാണ്, ഒരുപാട് സഹായിച്ചിട്ടുള്ള കുടുംബമാണ് അല്ലെ. നമ്മളൊന്നുമില്ലാത്ത സമയത്ത്, നമുക്കൊന്നുമില്ലാത്ത സമയത്ത് നമുക്ക് ഭക്ഷണം തന്നവരും നമ്മളെ സഹായിച്ചവരും നമ്മൾ മറക്കാൻ പാടില്ല, വന്ന വഴി മറക്കാൻ പാടില്ലെന്നാണല്ലോ. ആ ഉപ്പ മരണപ്പെട്ടു. ഇന്ന് 2 ദിവസമായി. ഇന്ന് 6 അടി മണ്ണിന്റെ ഉള്ളിന്റെ ഉള്ളറയിലാണ്. റഹ്മാനായ അല്ലാഹ്, നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ആ ഉപ്പാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് പാവപ്പെട്ട യതീമക്കളെ കെട്ടിച്ചു വിടാൻ നേതൃത്വം കൊടുത്ത ഉപ്പയാണ് അല്ലാഹ്. നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്, നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മക്കൾ ചെയ്യുന്ന എല്ലാവിധ നന്മകളും അല്ലാഹ് നീ പരിപൂർണമായും നീ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് സാദാത്യങ്ങളെ, ഒരുപാട് ആലിമീങ്ങളെ, ഒരുപാട് മുതഅല്ലിമീങ്ങളെ, ഒരുപാട് പാവങ്ങളെ സഹായിച്ചവരാണ്, സ്നേഹിച്ചവരാണ്, ഭക്ഷണം കൊടുത്തവരാണ്. അൽഹംദുലില്ലാഹ്, നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ മനോഹരമാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഇവിടെ നടക്കും. മങ്കൂസ് മൗലിദ് ഓതി നമ്മൾ ദുആ അരക്കും. ദുആ വസിയത്തുള്ളവരൊക്കെ കമന്റിൽ അറിയിച്ചാൽ ഉസ്താദ് തീർച്ചയായിട്ടും ദുആ അരക്കും. എല്ലാവരും ഈ വിനീതന്റെ കുടുംബത്തിനും അതുപോലെ ഈ പരിപാടി നടത്തിയ പാവങ്ങളാകുന്ന ഉസ്താദുമാർക്കും ഇതിന് നേതൃത്വം കൊടുക്കുന്ന കുട്ടികൾക്കും ഒക്കെ നിങ്ങൾ ദുആ ചെയ്യണം. അതുപോലെ ഇതിനു വേണ്ടി സൗകര്യം ചെയ്തു തന്ന നാസർ സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന്റെ കച്ചവടത്തിലൊക്കെ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഹാഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ മക്കളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലെ, ഇതൊരു സ്വർഗത്തിന്റെ വേദിയാണല്ലോ. നമ്മൾ ഇൽമ് ചർച്ച ചെയ്യണ മജ്ലിസ് എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. അതുകൊണ്ട് ആരും പോകരുത്. അപ്പൊ ചില ആൾക്കാരൊക്കെ പറയും ഉസ്താദ് ഓൺലൈൻ ആയതുകൊണ്ട് സ്വർഗമാകുമോ? തീർച്ചയായിട്ടും ആകും. കാരണം നമ്മൾ ഇൽമാണ് കേൾക്കണത്. നമ്മൾ ആ ഇൽമ് ചർച്ച ചെയ്യണ മജ്ലിസ്, ഒരു ഫോൺ അവിടെ വെച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ചുറ്റും മുഴുവനും ആ ഇൽമിങ്ങനെ പരക്കാണ്.
തെറ്റാണ് അല്ലെ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതും എല്ലാ കാര്യങ്ങളും അള്ളാഹു പരിപൂർണമായും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, ഇതിലും വലിയ ഒരു സൗഭാഗ്യമുള്ള മജ്‌ലിസ് വേറെ ഈ സമയത്ത് ഉണ്ടാവില്ല. കാരണം ഹബീബിന്റെ മാസം കടന്നു പോവുകയാണ്. ഈ കടന്നു പോകുന്ന സമയത്ത് ഇതുപോലെ ഒരുമിച്ചിരുന്നു കൊണ്ട് നൂറുകണക്കാന് ആളുകൾ പങ്കെടുക്കണം. ഇങ്ങനത്തെ ഒരു മജ്‌ലിസ് അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കട്ടെ. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു സ്വർഗത്തിന്റെ വേദിയിലാണ് അല്ലെ? സ്വർഗത്തിന്റെ വേദിയിലാണ്. തീർച്ചയായിട്ടും ഈ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ നമുക്ക് അനുകൂലമാകണം. നാളെ മുത്ത് റസൂലിന്റെ ശഫാഅത്ത് ഉണ്ടാകണം. റഹ്മാനായ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد. اللهم صل وبلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم. أرحم راحماയ അല്ലാഹ് ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. റഹ്മുറാഹിമായ അല്ലാഹ് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു പടച്ചവനെ, ഞങ്ങൾ ധാരാളം മദ്ഹുകൾ പാടി റബ്ബേ, ധാരാളം മദ്ഹുകൾ പറഞ്ഞു റബ്ബേ. അതിന്റെ മിസ്ലു സവാബ് നബി ഞങ്ങളുടെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് പാവങ്ങളുടെ കഷ്ടപ്പാടാണ് റബ്ബേ ഈ മജ്‌ലിസ്. ഒരുപാട് ഉസ്താദുമാര് നേതൃത്വം കൊടുക്കുന്ന മജ്‌ലിസാണ് അല്ലാഹ്. റഹ്മുറാഹിമായ അല്ലാഹ് നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു മുത്തുനബിയുടെ തിരുനോട്ടമുള്ള മജ്‌ലിസാക്കി മജ്‌ലിസിനെ നീ മാറ്റണേ അല്ലാഹ്. മുത്ത് റസൂലിന്റെ ശഫാഅത്തിന് അർഹരാക്കണേ അല്ലാഹ്. മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മുത്തുനബിയുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള സൗഭാഗ്യം പാവങ്ങളാകുന്ന ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ഞങ്ങളുടെ അഭിലാഷമാണ് അല്ലാഹ്, ഞങ്ങളുടെ ആഗ്രഹമാണ് അല്ലാഹ്. ആ മദീനയൊന്ന് കാണാമെന്നുള്ളത് ഞങ്ങളുടെ മദീന, ഞങ്ങളുടെ മദീന, ഞങ്ങളുടെ നേതാവിന്റെ പച്ചക്കൊട്ടാരമൊന്ന് കാണണമെന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ് അല്ലാഹ്. ആ മദീന കാണാതെ ഞങ്ങളുടെ റൂഹ് പിടിക്കല്ലേ അല്ലാഹ്, ഞങ്ങളുടെ റൂഹ് പിടിക്കല്ലേ അല്ലാഹ്. സൽമാൻ തങ്ങളുടെ മസ്റഅത്തു സൽമാൻ എന്ന് പറയുന്ന മനോഹരമാകുന്ന ഈ തപ്പഴത്തോട്ടം റഹ്മാനെ, മുത്തുനബിയുടെ പാദസ്പർശമേറ്റ മദീനയുടെ മണ്ണ് റഹ്മാനെ ഞങ്ങൾക്ക് കാണാൻ വിധിയേകണേ അല്ലാഹ്, വിധിയേകണേ അല്ലാഹ്. ഈ മജ്‌ലിസിനെ സഹായിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട് അല്ലാഹ്. റഹ്മാനെ, മരിച്ചു ചെല്ലുമ്പോൾ അവരുടെ ഖബറിലേക്ക് ഇതിന്റെ പരിപൂർണമാകുന്ന പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്, എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്, എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് രോഗമുള്ള പാവങ്ങൾ ആമീൻ പറയുന്നുണ്ട് അല്ലാഹ്. ഉസ്വത്തുൽ ഹസന എന്ന് പറയുന്ന സംഘടന റഹ്മാനെ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. അതിനാരൊക്കെ റഹ്മാനെ നേതൃത്വം കൊടുക്കുന്നുണ്ട് റഹ്മാനെ, ഒരുപാട് ഉസ്താദുമാർ, അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഈ നിന്റെ മജ്‌ലിസിനെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് അല്ലാഹ്, അവരിൽ നിന്ന് പടച്ചവനെ ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ ഖബർ നീ പ്രകാശമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രകൃതി ദുരന്തം തൊട്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഒരുപാട് പാവങ്ങൾ റഹ്മാനെ വീടില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് റഹ്മാനെ, അവർക്ക് നീ ഖൈറായ വീട് കൊടുക്കണേ അല്ലാഹ്. കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലും പടച്ചവനെ, കേരളത്തിനകത്തും പുറത്തുമുള്ള പല സഹോദരങ്ങളും റഹ്മാനെ ഉരുൾപൊട്ടൽ കൊണ്ട് ഭീതിയിലായി കഴിയുകയാണ് അല്ലാഹ്. അല്ലാഹുവേ, 10, 30, 40 കൊല്ലത്തോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച വീട് സ്വന്തം കൺമുമ്പിലൂടെ റഹ്മാനെ മഴവെള്ളപ്പായ്ച്ചിലിൽ ഒഴുകിപ്പോകുന്ന രംഗമല്ലാഹ് സഹിക്കുന്നതിലും അപ്പുറമാണ് അല്ലാഹ്. അവർക്ക് നീ സാമ്പത്തിക ഭദ്രത കൊടുക്കണേ അല്ലാഹ്, സാമ്പത്തിക ഭദ്രത കൊടുക്കണേ അല്ലാഹ്. ഈമാൻ കൊടുക്കണേ അല്ലാഹ്, ഈമാൻ കൊടുക്കണേ അല്ലാഹ്, ഈമാൻ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കണ്ടവരാണ് അല്ലാഹ്, പുഞ്ചിരിച്ചുകൊണ്ട് റഹ്മാനെ മരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്. ശംസുൽ ഉലമ മരണപ്പെട്ടത് പോയതുപോലെ, മാത്തൂർ ഉസ്താദ് വഫാത്തായതുപോലെ
മരിക്കാൻ അത്തിപ്പറ്റ ഉസ്താദ് വഫാത്തായതുപോലെ അല്ലാഹുവേ ഞങ്ങളുടെ ആലിമീങ്ങൾ വഫാത്തായതുപോലെ മരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ പ്രിയപ്പെട്ട ഹക്കീം ഉസ്താദ് രണ്ട് കൈയും പടച്ചവനെ നിങ്ങളുടെ മുമ്പിലേക്ക് നീട്ടിയപ്പോ റഹ്മാനെ 500, 200, 300, 10, 5 ഒക്കെ ആയിട്ട് സഹായിച്ച സഹകരിച്ച പാവങ്ങളുണ്ട് അല്ലാ. അവർക്ക് നീ ഖൈറ് കൊടുക്കണേ അല്ലാ, ഖൈറ് കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹു ഉസ്താദ സംഘടനയ്ക്ക് വേണ്ടി കൈനീട്ടിയപ്പോ റഹ്മാനെ അല്ലാഹുവേ കോവിഡ് സമയമാണ്, ഒന്നുമില്ലാന്നിട്ടും പടച്ചവനെ കയ്യിൽ നിന്ന് സഹായിച്ച പാവങ്ങള് അല്ലാ, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നരകം നീ ഹറാമാക്കണേ അല്ലാ. അല്ലാഹു അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് നീ മോചനം കൊടുക്കണേ അല്ലാ. ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അല്ലാ, നീ ശമനം കൊടുക്കണേ അല്ലാ. അല്ലാഹു റബീഉൽ അവ്വൽ വരുമ്പോ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് ബഹുമാനപ്പെട്ട മഅദനി ഉസ്താദിന്റെ പ്രസംഗങ്ങളാണ്. റഹ്മാനെ സീരിയലിന് അടിമപ്പെട്ടു പോയി ഒരുപാട് പെൺകുട്ടികള് റഹ്മാനെ മദീന കാണാന് മനസ്സുകൊണ്ട് കൊതിച്ചു പോയെങ്കിൽ അത് മഅദനി ഉസ്താദിന്റെ പ്രഭാഷണമാണ്, പ്രബോധനമാണ് അല്ലാ. അല്ലാഹു ഉസ്താദിന് നീ ഖൈറ് കൊടുക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളാക്കി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഗുരുനാഥന്മാര് അല്ലാ. അല്ലാഹുവേ പടച്ചവനെ 7-8 കൊല്ലം ഞങ്ങൾ പഠിക്കണ സമയത്ത് ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ നോക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാര് അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ എന്ത് കൊടുത്താലും മതി വരും അല്ലാ. അല്ലാഹുവേ ദുആ അല്ലാതെ മറ്റൊന്നുമില്ല അല്ലാ. ഏത് സദസ്സിലേക്ക് പോകുമ്പോഴും വിളിച്ച് ദുആ ചെയ്യണം ഉസ്താദ് എന്ന് പറയുമ്പോൾ എന്റെ കുട്ടിയുടെ കൂടെ ഞാനുണ്ട് പറയുക ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാര് അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ പാതിരാത്രിയിൽ റഹ്മാനെ നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ കൈനീട്ടുകയാണ് അല്ലാ. പഠിക്കണ സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഒരുപാട് പാവങ്ങളുണ്ട് അല്ലാ. കടപ്പുറത്ത് ജോലി ചെയ്യുന്ന പാവങ്ങളാണ് അല്ലാ. റഹ്മാനെ മരണം പോലും മുന്നിൽ കണ്ട് റഹ്മാനെ ജീവിതത്തിന്റെ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാവങ്ങൾ റഹ്മാനെ അവർക്ക് നീ ഖൈറ് കൊടുക്കണേ അല്ലാ, ഖൈറ് കൊടുക്കണേ അല്ലാ. ഈ വിനീതന്റെ മാതാവ്, പിതാവ്, ഗുരുനാഥന്മാര് അല്ലാഹി മജ്ലിസിലിരിക്കുന്ന പാവങ്ങളുടെ മാതാപിതാക്കള് റഹ്മാനെ പരിപാടി ലൈവിലൂടെ കേൾക്കുന്നവരുടെ മാതാപിതാക്കള് റഹ്മാനെ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് റഹ്മാനെ നീ ദറജ കൊടുക്കണേ അല്ലാ. ഇന്ന് കാണുന്ന ഞങ്ങളാക്കിയത് ഞങ്ങളുടെ മാതാവ് ഞങ്ങളുടെ പിതാവുമാണ് അല്ലാ. ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ലൈവിലൂടെ അല്ലാഹുവേ ക്യാൻസർ സംബന്ധമായി രോഗമാണ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ പാവങ്ങളുണ്ട് അല്ലാ. അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ അല്ലാ, സലാമത്ത് കൊടുക്കണേ അല്ലാ, സലാമത്ത് കൊടുക്കണേ അല്ലാ, സലാമത്ത് കൊടുക്കണേ അല്ലാ. നീ കൊടുത്ത രോഗമാണല്ലോ അല്ലാ, നീ ശമനം കൊടുക്കണേ അല്ലാ. കടമുള്ള പാവങ്ങളുണ്ട് അല്ലാ, വീടില്ലാത്ത പാവങ്ങളുണ്ട് അല്ലാ. റഹ്മാനെ കടങ്ങളെല്ലാം നീ മാറ്റി നൽകണേ അല്ലാ. ഞങ്ങളുടെ ഇസ്സത്ത് കെടുത്തുന്നതാണല്ലോ അല്ലാ കടമെന്ന് പറയണത്. റബീഉൽ അവ്വൽ കടന്നു പോവുകയാണല്ലോ അല്ലാ. ഒരു സുന്നത്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ റബ്ബേ ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ നീ തൗഫീഖ് തരണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ. ربنا اغفر لنا وارحمنا ولوالدينا ربنا ارحمهم كما ربعنا صغارا ولأساتذتنا ولمشايخنا ولمن عاننا ولجميع المؤمنين والمؤمنات اللهم وقنا وإياهم شر ما قضيت أرحم راحمايا الله. ഈ പരിപാടി സംഘടിപ്പിക്കാൻ എല്ലാവിധ സൗകര്യം നൽകിയ റസാഖ് എന്ന് പറയുന്ന സഹോദരൻ, നാസർ എന്ന് പറയുന്ന സഹോദരൻ, അർഹമുറാഹിമായ അല്ലാഹ് നീ കബൂലാക്ക
കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. നീ സർവ്വവിധ ഐശ്വര്യം കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ പൊന്നു മക്കളെ റഹ്മാനെ നീ സ്വാലിഹും സാലിഹത്തിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. നാളെ സ്വർഗത്തിലേക്ക് കൈകൊടിച്ചു കൊണ്ടുപോകുന്ന മക്കളാക്കി മാറ്റണേ അല്ലാ. റഹ്മാനെ ആരൊക്കെ റബ്ബേ ഈ മജ്ലിസിനെ ഒന്ന് മുതൽ അവസാനം വരെ സഹായിച്ച ആരൊക്കെയുണ്ട് റഹ്മാനെ. ഒരുപാട് മുത്തഅല്ലിമീങ്ങളുണ്ട് അല്ലാ, ഒരുപാട് സയ്യിദന്മാരുണ്ട് അല്ലാ, ഒരുപാട് ഉമറാക്കളുണ്ട് അല്ലാ, ഒരുപാട് ഉലമാക്കളുണ്ട് അല്ലാ, ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരുണ്ട് അല്ലാ. അവരെ നീ കബൂലാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ ഇരക്കുകയാണ് അല്ലാ. സ്വർഗം നൽകണേ അല്ലാ. പാവങ്ങളാണ് അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. റബീഉൽ അവ്വൽ മാസം ഞങ്ങളിൽ നിന്ന് വിട പറയുകയാണല്ലോ അല്ലാ. റബ്ബേ ഞങ്ങൾക്ക് മദീന കാണണം, ഞങ്ങളുടെ നബിയെ കാണണം അല്ലാഹുവേ. അതിനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞ വാളുകളും ഞങ്ങൾ ചൊല്ലിയ ബുറുദകളും മദ്ഹുകളും അല്ലാഹുവേ പരിശുദ്ധമാക്കപ്പെട്ട മങ്കൂസ് മൗലിദും അശ്റക ബൈത്തും സ്വലാത്തും സലാമുമെല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ആരാരുമില്ലാത്ത കൂരിരുട്ടാകുന്ന ഖബറിൽ ഞങ്ങൾ പോയി കിടക്കുമ്പോ റഹ്മാനെ ഞങ്ങൾ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മുഴുവനും അല്ലാഹ് നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഖബറിലേക്ക് നൽകണേ അല്ലാ, നൽകണേ അല്ലാ, നൽകണേ അല്ലാ. വന്ന വഴി മറക്കുന്നവരാക്കല്ലേ അല്ലാ. അഹങ്കാരം തരല്ലേ അല്ലാ, അഹങ്കാരം തരല്ലേ അല്ലാ. ഞങ്ങളുടെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ മഹല്ലിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഈ വിനീതന്റെ പരിപാടി ലൈവ് ചെയ്യുന്ന സഹോദരന് പരീക്ഷയാണ്, നീ വിജയിപ്പിക്കണേ അല്ലാ. ഈ വിനീതന്റെ ഉമ്മയുടെ ഉമ്മ റഹ്മാനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ് റഹ്മാനെ, നീ പരിപൂർണമാകുന്ന ശമനം നൽകണേ അല്ലാ. ഈ വിനീതം പഠിച്ച ദറസ് അല്ലഖ്സ ചാലിയം പടച്ചവനെ നീ ഉന്നതിയിലേക്ക് എത്തിക്കണേ അല്ലാ. അതുപോലെ ഉസ്താദുമാർ റഹ്മാനെ അവരുടെ കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അവർക്ക് നീ നല്ല മക്കളെ നൽകണേ അല്ലാ. ഒരുപാട് ചെറുപ്പക്കാർ ഈ മജ്ലിസിനെ സഹായിക്കുന്നവരുണ്ട് അല്ലാ, അവരെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ ഏറ്റെടുക്കണേ അല്ലാ. നസ്അലുക ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വആലി സയ്യിദിനാ മുഹമ്മദിൻ വസുഹാബി സയ്യിദിനാ മുഹമ്മദിൻ വഔലാദി സയ്യിദിനാ മുഹമ്മദിൻ വഅസ്വാജി സയ്യിദിനാ മുഹമ്മദിൻ വദുരിയാതി സയ്യിദിനാ മുഹമ്മദിൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.